അല്ല, ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്? എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് തുടരുവാണോ അത് അവരാലോചിക്കട്ടെ. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവർ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അവരാണ്, രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത്, CPI ആണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDF തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട അവരാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് അല്ലാതെ വരട്ടെ, അവരുടെ ഒരു തീരുമാനം പറയട്ടെ. അവരിപ്പോൾ ഒരു മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ, നമ്മളതങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് അവരുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവര് തീരുമാനം പറയട്ടെ, അപ്പം ഞങ്ങളുടെ അഭിപ്രായം പറയും. തീർച്ചയായിട്ടും ഇത്രയും നാണക്കേട് സഹിച്ച് ഏത് പാർട്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഏതെങ്കിലും പാർട്ടി ഒരു മുന്നണിയിൽ നിൽക്കുക, അവർ പറഞ്ഞിട്ട് അവരോട് കേന്ദ്ര നേതൃത്വം ഉറപ്പ് കൊടുത്ത് ചർച്ച ചെയ്യാമെന്ന്, അവരുടെ മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തു. മുന്നണിയിലും ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല, ഉഭയകക്ഷി ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ഒപ്പിട്ട് TV ന്യൂസിൽ കൂടി മാധ്യമങ്ങളുടെ വാർത്തയിൽ കൂടിയാണ് CPIയും മന്ത്രിമാരും നേതൃത്വം അറിയുന്നത്. ഇത് ഒപ്പുവെച്ചു വന്നു. അതിനേക്കാൾ വലിയ നാണക്കേട് ഒരു പാർട്ടിക്ക് ഉണ്ടാകണം. അങ്ങനെ അല്ല, അതൊക്കെ പിന്നീട്, അതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, അവര് പൊളിറ്റിക്കലായി തീരുമാനം എടുക്കേണ്ടത് അവരാണ്.